മലപ്പുറം തിരൂർ കൈമളശ്ശേരിയിൽ പാമ്പ് കടിയേൽക്കാതെ കുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വീടിനോട് ചേർന്ന് കുട്ടി കളിക്കുന്നതിനിടെ പാമ്പിനെ കാണുകയായിരുന്നു. കുട്ടി പാമ്പിനെ കണ്ട് ഓടുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകും. സോണൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പാമ്പുകടിയിൽ നിന്ന് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട ദൃശ്യങ്ങളാണ് കാണാനാകുന്നത്. ഇതേപോലെ കോഴിക്കോട് വീടിനകത്ത് ഒരു പാമ്പുകടി ഏൽക്കാതെ ഒരു കുട്ടി രക്ഷപ്പെട്ട വാർത്ത ഇപ്പോൾ വായിച്ചിട്ടേയുള്ളൂ. ഇതെവിടെയാണ് മലപ്പുറത്ത്? സ്മൃതി, മലപ്പുറം തിരൂർ കൈമളശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ മുറ്റങ്ങളിലെല്ലാം തന്നെ, വീടിൻ്റെ മുറ്റങ്ങളിലെല്ലാം തന്നെ പാമ്പുകൾ സജീവമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പ്രദേശം നമുക്കറിയാം വീടിനോട് ചേർന്ന ഒരു ഭാഗമാണ്. കുട്ടി മുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് ഈ പാമ്പ് പെട്ടെന്ന് കുട്ടിക്ക് അടുത്തേക്ക് വരുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെ ഈ കുട്ടി ഓടി രക്ഷപ്പെടുകയാണ്. തലനാരിഴയ്ക്കാണ് ആ പാമ്പിൻ്റെ കടിയേൽക്കാതെ ആ കുട്ടി മാറി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ ഈ CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഏറെ ഭീതി ഉണ്ടാക്കുന്നതാണ് എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം സർപ്പ വളണ്ടിയർമാരെ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആ പാമ്പിനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പക്ഷേ അത് ആ കോമ്പൗണ്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി കാണാം എന്നുള്ളതാണ് അവരുടെ നിഗമനം. എന്തായാലും ആ പുറത്തിറങ്ങുമ്പോൾ, പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾ ഉൾപ്പെടെ സൂക്ഷിക്കേണ്ടതുണ്ട്. വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമാണ്. എന്തായാലും വീടും പരിസരവും കൃത്യമായി വൃത്തിയാക്കിയിടുക. എന്തായാലും ജനലും വാതിലും തുറന്നിടാതെ ശ്രദ്ധിക്കുക. പരിസര പ്രദേശങ്ങളിൽ എപ്പോഴും ഒരു നിരീക്ഷണം ഉണ്ടാവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. എന്തായാലും കുട്ടികളെയൊക്കെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് രക്ഷിതാക്കളോട് പറഞ്ഞു വെക്കാനുള്ളത്. ഏറെ ഭേദിപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. തിരൂർ കൈമളശ്ശേരിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. സ്മൃതി, ശരി. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുട്ടി രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇന്ന് രണ്ട് വാർത്തകളും പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത തന്നെയാണ്.